ഇവല്യൂഷൻ നമ്മുടെ ലാസ്റ്റ് ലെസണാണ്. അപ്പോൾ വീഡിയോസ് എല്ലാവരും കാണുക. നാളെ നിങ്ങൾക്ക് വൈകുന്നേരം ഗൂഗിൾ മീറ്റ് ഉണ്ടാവും. എല്ലാവരും ആ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അതായത് ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ 7th ചാപ്റ്ററിൻ്റെ കൺക്ലൂഷനും അതുപോലെ അതിൻ്റെ ലാസ്റ്റ് പാർട്ടും നാളെ തന്നെ എടുക്കും. പിന്നെ അതുപോലെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നാളെ നമുക്കത് ക്ലിയർ ചെയ്യാം. അതുകൊണ്ട് എല്ലാവരും ആ ലെസൺ വായിച്ചിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ഓക്കെ. ഇവല്യൂഷൻ. ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ദിസ് ഈസ് ദ doubt of one girl. How could have life originated on earth? എങ്ങനെയാണ് എർത്തിൽ ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത്? അല്ലേ, നിങ്ങൾ എങ്ങനെയാണ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ നമുക്ക് നോക്കാം. 2 തിയറിയാണ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തതിനെ പറ്റി പറയുന്നത്. ഫസ്റ്റ് വൺ പാൻസ്പെർമിയ തിയറി ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് കെമിക്കൽ ഇവല്യൂഷൻ. അപ്പം എന്താണ് ഈ പാൻസ്പെർമിയ തിയറി? പാൻസ്പെർമിയ തിയറി പറയുന്നത് ഇങ്ങനെയാണ്: ലൈഫ് ഹാസ് ഒറിജിനേറ്റഡ് ആക്സിഡൻ്റലി ആൻഡ് റീച്ച്ഡ് ദ എർത്ത്. ലൈഫ് പെട്ടെന്നുണ്ടാവുകയും അത് എർത്തിലേക്ക് വന്നു എന്നുമാണ്, അല്ലേ? അപ്പോൾ എന്താണ് ഈ കെമിക്കൽ ഇവല്യൂഷൻ തിയറിയിൽ പറയുന്നത്? കെമിക്കൽ ഇവല്യൂഷൻ തിയറിയിൽ പറയുന്നത് ഇങ്ങനെയാണ്: ലൈഫ് ഒറിജിനേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ ചേഞ്ചസ് ദാറ്റ് ഒക്കേർഡ് ഇൻ ദ കെമിക്കൽ സബ്സ്റ്റൻസസ് ഇൻ വാട്ടർ അണ്ടർ സ്പെസിഫിക് കണ്ടീഷൻ ഓഫ് പ്രിമിറ്റീവ് എർത്ത്. വാട്ടറിലുണ്ടായ ചില ചേഞ്ചസ് ആണ് ജീവൻ ഉത്ഭവിക്കാനായിട്ടുള്ള കാരണം എന്നാണ് കെമിക്കൽ എവല്യൂഷൻ തിയറി പറയുന്നത്. പ്രൊപ്പോണൻസ് ഓഫ് കെമിക്കൽ ഇവല്യൂഷൻ തിയറി ആരൊക്കെയാണ് ഇതിൻ്റെ പ്രൊപ്പോണൻസ് എന്ന് നോക്കൂ. അതായത് 2 സയൻറ്റിസ്റ്റാണ്, AJ ഒപ്പാരിൻ ആൻഡ് JBS ഹാൽഡെയ്ൻ. അപ്പോൾ ഈ 2 സയൻറ്റിസ്റ്റാണ് കെമിക്കൽ ഇവല്യൂഷനിലൂടെയാണ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത് എന്ന് നമുക്ക് പറഞ്ഞു തന്ന സയൻറ്റിസ്റ്റ്. അപ്പോൾ അവർ സയൻറ്റിഫിക്കലി ഇത് പ്രൂവ് ചെയ്തു. എങ്ങനെയാണ് എന്നവർ നമുക്ക് മനസ്സിലാക്കി തന്നു. അപ്പോൾ കെമിക്കൽ ഇവല്യൂഷൻ തിയറി മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ പാൻസ്പെർമിയ തിയറി നമ്മൾ റിജക്റ്റ് ചെയ്യുകയും കെമിക്കൽ ഇവല്യൂഷനിലൂടെയാണ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്യുകയും ചെയ്തെന്ന് പറയുമ്പോൾ ഒരു സയൻറ്റിഫിക് പ്രൂഫ് വേണം, അല്ലേ? അപ്പം ആ സയൻറ്റിഫിക് പ്രൂഫ് നമുക്ക് കിട്ടിയത് കൊണ്ടാണ് കെമിക്കൽ ഇവല്യൂഷനിലൂടെയാണ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തതെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം, വാട്ട് ആർ ദ കൺസെപ്റ്റ് ഓഫ് കെമിക്കൽ ഇവല്യൂഷൻ തിയറി. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അത്. നിങ്ങൾ നന്നായി വായിച്ച് ആ പോയിൻറ്റ്സ് കൃത്യമായിട്ട് പഠിക്കുക. ടെക്സ്റ്റിനകത്തുണ്ട്. ഫസ്റ്റ് വൺ, അറ്റ്മോസ്ഫിയർ ഓഫ് ദ പ്രിമിറ്റീവ് എർത്ത്. അതായത് പ്രിമിറ്റീവ് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ എന്തൊക്കെയായിരുന്നു? അപ്പം പ്രിമിറ്റീവ് എർത്തിൽ ഹൈഡ്രജൻ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ്, മീഥെയ്ൻ, അമോണിയ ആൻഡ് വാട്ടർ വേപ്പർ. ഇത്രയും ഗ്യാസസ് എവിടെ ഉണ്ടായിരുന്നു? പ്രിമിറ്റീവ് എർത്തിൽ ഉണ്ടായിരുന്നു. ഇനി എങ്ങനെയാണ് ഓഷൻ ഫോം ചെയ്തത്? അപ്പോൾ ഇത്ര ഗ്യാസസ് അറ്റ്മോസ്ഫിയറിലുണ്ട്. ഇനി ഓഷൻ ഫോം ചെയ്തത് എങ്ങനെയാണ്? ഫോർമേഷൻ ഓഫ് ഓഷൻ. ദ എർത്ത് കൂൾഡ് ആൻഡ് വാട്ടർ വേപ്പർ കണ്ടൻസ്ഡ്. Instant rain led to the formation of ocean and other water bodies. നിർത്താതെയുള്ള മഴ, അല്ലേ? മഴ നിർത്താതെ പെയ്ത് അങ്ങനെ ഓഷ്യൻ ഫോം ചെയ്തു.
അപ്പോൾ ഓഷ്യൻ ഫോം ചെയ്തു, ചില ഗ്യാസസ് ഒക്കെ പ്രിമിറ്റീവ് എർത്തിൽ ഉണ്ട്. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ പിടികിട്ടിയല്ലോ. ഇനി ഫോർമേഷൻ ഓഫ് സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ്. എങ്ങനെയാണ് സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് ഫോം ചെയ്തത്? Molecules like monosaccharides, amino acids and fatty acids were formed in the ocean as a result of chemical reaction. ചില കെമിക്കൽ റിയാക്ഷൻസിൻ്റെ ഫലമായിട്ട് മോണോസാക്രൈഡ്സ്, അമിനോ ആസിഡ്, ഫാറ്റി ആസിഡ് ഒക്കെ ഓഷ്യനിൽ ഫോം ചെയ്തു. ഇനി ഫോർമേഷൻ ഓഫ് സർട്ടൻ കോംപ്ലക്സ് മോളിക്യൂൾ, അതെങ്ങനെയാണ് ഫോം ചെയ്തത്? കോംപ്ലക്സ് മോളിക്യൂൾസ് ലൈക്ക് polysaccharides, peptides, fat, nucleotides, etc. were formed from simple molecules. അപ്പോൾ ആ സിമ്പിൾ മോളിക്യൂൾസിൽ നിന്ന് കോംപ്ലക്സ് മോളിക്യൂൾസ് ഫോം ചെയ്തു. ദെൻ ഫോർമേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽസ് ആൻഡ് പ്രോട്ടീൻസ്. എങ്ങനെയാണ് ജനറ്റിക് മെറ്റീരിയൽസും പ്രോട്ടീൻസും ഫോം ചെയ്തത്? RNA, protein, etc. were formed first. Later, DNA was formed. അപ്പോൾ ആദ്യം RNAയും പ്രോട്ടീൻസും ഒക്കെ അമിനോ ആസിഡിൽ നിന്ന് ഫോം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഫോർമേഷൻ ഓഫ് ലിപ്പിഡ് ലെയർ ഫോം ചെയ്തു. എ സെപ്പറേറ്റ് ലിപ്പിഡ് ലെയർ വാസ് ഫോംഡ് ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ. ലിപ്പിഡ് ലെയർ വാട്ടറിൻ്റെ സർഫസിൽ ഫോം ചെയ്തു. ദ ലാസ്റ്റ് formation of primitive cells that contains enzyme that regulate chemical reactions and have the ability to self-replicate were formed. അപ്പോൾ ആ ലിപ്പിഡ് ലെയറിൽ നിന്ന് പ്രിമിറ്റീവ് സെൽസ് ഫോം ചെയ്തു. ആ പ്രിമിറ്റീവ് സെൽസ് കണ്ടെയ്ൻ എൻസൈം ദാറ്റ് റെഗുലേറ്റ് കെമിക്കൽ റിയാക്ഷൻ, ഹാവ് ദ എബിലിറ്റി ടു ഡിവൈഡ് ചെയ്യാൻ കഴിവുള്ള സെൽസ് ഫോം ചെയ്തു. അങ്ങനെയാണ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത് എന്നാണ് ഏതൊക്കെ സയൻറ്റിസ്റ്റ് പറയുന്നത്? AJ ഒപ്പാരനും JBS ഹാൽഡേനും പറയുന്നത്. അപ്പോൾ ഇതാണ് അവരുടെ കൺസെപ്റ്റ്. അപ്പോൾ ഈ കൺസെപ്റ്റ് കെമിക്കൽ എവല്യൂഷൻ തിയറി അല്ലേ, കെമിക്കൽ എവല്യൂഷൻ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തു. രണ്ട് സയൻറ്റിസ്റ്റാണ് ഇത് ലബോറട്ടറിയിൽ ഈ സാഹചര്യങ്ങളെല്ലാം ഒരുക്കി അമിനോ ആസിഡ് ലബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്തു കിട്ടി. അതായത് യുറേ ആൻഡ് മില്ലർ രണ്ട് സയൻറ്റിസ്റ്റ് ആണ് സയൻറ്റിഫിക്കലി ഈ അമിനോ ആസിഡ് ലബോറട്ടറിയിൽ സിന്തസൈസ് ചെയ്തത്. അപ്പോൾ ആ എക്സ്പെരിമെൻറ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇന്ന് നിങ്ങൾ കെമിക്കൽ എവല്യൂഷൻ തിയറിയുടെ കൺസെപ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ കെമിക്കൽ എവല്യൂഷൻ തിയറിയുടെ കൺസെപ്റ്റ് പഠിക്കുക. ഓക്കെ, ഇന്ന് ഒറ്റൊരു ക്വസ്റ്റ്യനേ ഉള്ളൂ. ഇന്നത് വൃത്തിയായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.